മുമ്പിലൊന്ന് കയറിയിരുന്ന് പിന്നെ ശരണം വിളി സമരവും നടത്തരുത്, അതും തെറ്റാ. നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. ഞാൻ ദൈവവിശ്വാസി പറയാൻ മടിയില്ലാത്ത ആളാണ്. ഏറ്റവും കൂടുതൽ തവണ ശബരിമല പോയിട്ടുള്ള ആളായിരിക്കും ഞാൻ. ആദ്യകാലങ്ങളിലൊക്കെ ഒരു വർഷത്തിൽ എല്ലാ മാസവും പോകുമായിരുന്നു ഞാൻ. അന്ന് ഇതുപോലെ വെളിച്ചവും ഇപ്പോൾ ടാറ് കോൺക്രീറ്റ് ചെയ്ത റോഡൊന്നുമില്ല. ഈ തേക്കിൻ്റെ ഇലയ്ക്കകത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പോയിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിച്ച് രാത്രി 2 പേര് 3 പേരായിട്ട് ഇരുട്ടത്ത്, ലൈറ്റൊന്നുമില്ല. പലപ്പോഴും വന്നെത്തുമ്പോൾ രാത്രിയായി പോകും. മഴയൊക്കെ ഉള്ളപ്പോൾ കർക്കിടക മാസം വരെ കയറി പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് അത് പറയരുത്. അങ്ങനെയൊന്നും സമരം ചെയ്യാനല്ലല്ലോ നമ്മൾ ശബരിമലയ്ക്ക് വരുന്നത്. അസൗകര്യം ഉണ്ടാവില്ല. ബസ്സുകൾ നിറയുന്നതനുസരിച്ച് ആളെ വിടും. അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം. തീർച്ചയായിട്ടും അതൊന്നും കുഴപ്പമില്ല. ഒരു എന്തിനും നമ്മളവിടെ ഒരു മാർഗം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ ഭക്തിയായ സാന്ദ്രമായി വരുമ്പോൾ ഭക്തി സാന്ദ്രമായി മടങ്ങണം. അവിടെ ക്ഷമയാണ്. അയ്യപ്പന് വേണ്ട 41 ദിവസം വ്രതം എടുക്കുന്ന അയ്യപ്പന് ക്ഷമ വളരെ പ്രധാനമാണ്. അസഭ്യം പറയില്ല, ദേഷ്യപ്പെടില്ല. നമ്മുടെ നാട്ടിലറിയില്ലേ, കുഞ്ഞുങ്ങൾ മാലയിട്ട് കഴിഞ്ഞാൽ അധ്യാപകർ പണ്ട് വഴക്കുപോലും പറയത്തില്ല. ഈ വ്രതം എടുക്കുന്നത് മനഃശക്തിക്കും കൂടി വേണ്ടിയിട്ടാണ്, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും. അതിന് വരുമ്പോൾ അത് ചെയ്യുക, ശരണം വിളിക്കുക. അല്ലെ ബസ്സിന് മുമ്പിൽ കയറി ഇരുന്നിട്ട് മറ്റുള്ളവർ കൂടി തടസ്സം ഉണ്ടാക്കുകയും കുഞ്ഞുങ്ങളെ മറയാക്കുകയും ചെയ്യുന്ന അതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഞാനൊരു ദൈവവിശ്വാസി ആണെന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്.